ഗുരു കൊല്ലപ്പെട്ടു. അവൻ്റെ അടക്കം കഴിഞ്ഞു. ഭയന്നു വിറച്ച് പുറത്തേക്കിറങ്ങാൻ ധൈര്യമില്ലാതിരുന്ന ശിഷ്യന്മാർ കതകടച്ച് മരണഭയത്തിൽ ദിനങ്ങൾ ചിലവഴിച്ചു. അവർക്കിടയിൽ ഒരേ ഒരുവൻ മാത്രം ഭയത്തെ വകവയ്ക്കാതെ പുറത്തേക്കിറങ്ങി. അവൻ്റെ വാക്കിൽ മാത്രമല്ല, പ്രവൃത്തിയിലും വല്ലാത്തൊരു തരം ധൈര്യം തളം കെട്ടിയിരുന്നു. അവനാണ് തോമാസ് ലീഹ. ഇന്നെൻ്റെ തോമാമാരെ തേടി ദാ വരുന്നു തോമാസ് ലീഹ. ക്രിസ്തുവിൻ 12 ശിഷ്യരിൽ ദിദിമോസെന്നൊരു തോമാസ് ലീഹ യൂദയ നാട്ടിലെ ജനാശ്രതീരത്ത് മുക്കോവ പുത്രനായി ജനിച്ചു തോമാ. ദുഃഖ്രാനിക്ക് എന്റെ പേരിൽ ഊട്ട് കഴിച്ചു പോയാൽ പോരാ. എന്നെ പോലെ ക്രിസ്തുവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കാൻ സാധിക്കണം. ആഘോഷങ്ങളിലൂടെ ക്രിസ്തുവിനും സഭയ്ക്കും സാക്ഷികളാവാൻ നിങ്ങളെ കഴിഞ്ഞേ മറ്റു ജനതയുള്ളൂ എന്ന് വിശ്വാസത്തിൽ നിങ്ങളുടെ പിതാവായ ഈ തോമാസ് ലീഹായ്ക്ക് അറിയാം. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശുവിനായി ജീവിക്കാൻ ആരുണ്ട്? യേശുവിനായി ജീവൻ നൽകാൻ ആരുണ്ട്? യേശുവിനായി ജീവിച്ചിടാൻ ആരുണ്ട്? യേശുവിനായി ജീവൻ തരാൻ ആരുണ്ട്? യേശുവിനായി ജീവിച്ചിടാൻ ആരുണ്ട്? എന്റെ യേശുവിനായി ജീവൻ തരാൻ ആരുണ്ട്? എന്റെ കർത്താവേ, എന്റെ ദൈവമേ, വിശുദ്ധി തൻ പളുങ്കു പാത്രമേ, വിലയാർന്ന മൺകുടമേ, വിശ്വാസഗോപുരമേ, വെണ്മയാം വെള്ളരിപ്രാവേ. സഭയെ പീഡിപ്പിക്കുന്നവരെ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളിലെ സാവൂൾ തിരിച്ചറിയട്ടെ, തിരുസഭയെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ തന്നെയാണ് പീഡിപ്പിക്കുന്നതെന്ന്. കഥാകാര, നിന്റെ പ്രാർത്ഥന നല്ലതു തന്നെ. ഇങ്ങനെ തന്നെയാണ് എൻ്റെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കേണ്ടത്. 12 ഒരുവനായ എൻ്റെ ശിഷ്യൻ തോമ അവൻ പറഞ്ഞ വാക്ക് പാലിച്ചു. നമുക്കും അവനോട് കൂടി പോയി മരിക്കാം എന്ന അവന്റെ വാക്ക്. ഇനി നിങ്ങളുടെ അവസരമാണ്. എൻ്റെ ശിഷ്യനാണ് എന്ന് ജീവിതം കൊണ്ട് വിളിച്ചു പറയാനുള്ള നിങ്ങളുടെ അവസരം. ലോകരക്ഷകനായ യേശു ക്രിസ്തുവെ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകാൻ ഞാൻ തയ്യാറാണ്. തോമാസ് ലീഹായെ അനുകരിക്കുന്ന ക്രിസ്തു ശിഷ്യനായി ഞാനും നിങ്ങളും മാറും. പ്രാണനേക്കാൾ നമ്മെ സ്നേഹിച്ചവൻ, പ്രാണനേകി നമ്മെ പാലിച്ചവൻ, പ്രാണനേക്കാൾ നമ്മെ സ്നേഹിച്ചവൻ, പ്രാണനേകി നമ്മെ പാലിച്ചവൻ, ആ പ്രാണനാഥനെ മറന്നിടല്ലേ, ആ സ്നേഹം മറന്നിടല്ലേ, ദൈവസ്നേഹം മറന്നിടല്ലേ, ദൈവസ്നേഹം മറന്നിടല്ലേ. കാലമേറെ ചെല്ലും മുമ്പേ പ്രാണനാഥൻ വന്നിടുമേ, ചോരരന്നു വീണ്ടെടുത്തോ കണക്കന്നു ചോദിക്കുമേ. കാലമേറെ ചെല്ലും മുമ്പേ പ്രാണനാഥൻ വന്നിടുമേ, ചോരരന്നു വീണ്ടെടുത്തോ കണക്കന്നു ചോദിക്കുമേ. ദയവ് ചെയ്തു തമ്പുരാനെ ദുഃഖിപ്പിക്കല്ലേ, വിശ്വസ്തരായ ദാസരായി നിന്നിടണേ. ദയവ് ചെയ്തു തമ്പുരാനെ ദുഃഖിപ്പിക്കല്ലേ,
നല്ലവരായ ദാസരായി നിന്നിടണേ. യേശുവിനെ മാതൃകയാക്കാം, നിത്യതയെ ലക്ഷ്യം വയ്ക്കാം. നല്ല യേശുവിനെ മാതൃകയാക്കാം, നിത്യതയെ ലക്ഷ്യം വയ്ക്കാം. യേശുവിനായി ജീവിച്ചിടാൻ ആരുണ്ട്? യേശുവിനായി ജീവൻ തരാൻ ആരുണ്ട്? യേശുവിനായി ജീവിച്ചിടാൻ ആരുണ്ട്? എന്റെ യേശുവിനായി ജീവൻ തരാൻ ആരുണ്ട്? യേശുവിനായി ജീവിക്കാനും യേശുവിനായി ജീവൻ നൽകാനും എന്നിന്റെ തോമമാനായ ഞങ്ങൾ ഓരോരുത്തരുമുണ്ട്.